താങ്ക്സ് ഫോർ വാച്ചിങ്. ഇന്ന് എനിക്ക് ജീവിക്കാൻ അവസരം കിട്ടിയതിന് മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞു. കുടിലുകളുള്ള വീട്ടിലേക്കുള്ള കുറച്ച് വർക്കുകളുണ്ടായിരുന്നു ഇന്ന്. അങ്ങനെ നേരെ വർക്ക് സ്ഥലത്ത് പോയി. ചായ കുടിച്ച് വീട്ടിൽ പോകുന്ന പോക്കിൽ ചെടികളെ കുറച്ച് വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വിത്തായിട്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയിട്ട് അതൊക്കെ കുഴിച്ചിട്ടു, വെള്ളം ഒഴിച്ചു കൊടുത്തു. 2 ദിവസം മുമ്പ് വളണ്ടിപ്പോന്ന് വാങ്ങിയ കുറച്ച് വളം ഉണ്ടായിനി. അത് പിലാവിന് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് നനച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ബുക്ക് വായിച്ചു. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, അറിയുന്ന ആളുകൾ ഉത്തരം പറയാം. സിംഹത്തിന് എത്ര ദൂരം വരെ ചാടാൻ കഴിവുണ്ട്? വൈകുന്നേരം ചാരുകസാലിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഉണ്ടായിരുന്നു. അത് ചെയ്യാനും വേണ്ടി പോയി. റേഷൻ കടയിൽ പോയിട്ട് അരിയൊക്കെ വാങ്ങി വീട്ടിലെത്തി ക്രിയേറ്റിന് ഉപയോഗിച്ച് നേരെ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തു. വർക്കൗട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം നേരെ മദ്രസയിലേക്ക് പോയി. മദ്രസയിൽ ദഫിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. ഈ വരുന്ന ഞായറാഴ്ച പൂർവ്വ വിദ്യാർത്ഥികളെ നബിദിന പരിപാടി ഉണ്ട്. അപ്പോൾ അന്നത്തെ ദിവസത്തേക്കുള്ള ദഫിൻ്റെ പ്രാക്ടീസാണ്. പ്രാക്ടീസ് കഴിഞ്ഞ് വീട്ടിലെത്തി തിരുമ്പികുളി കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു, ബ്രഷൊക്കെ ചെയ്തു, രാവിലത്തേക്കുള്ള മുന്തിരി വെള്ളത്തിലിട്ടു. നിസ്കരിച്ചതിന് ശേഷം ബെഡ്ഷീറ്റ് റെഡിയാക്കി വെച്ചു. സ്കിൻ കെയർ ഒക്കെ ചെയ്തു, പ്രാർത്ഥിച്ചു, സപ്ലിമെൻ്റ് ഉപയോഗിച്ച് കിടന്നു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്.